ഡിയേഴ്സ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നെച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പിൻ്റെ റെസിപ്പിയാണ്. കുറേ മാസങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പരിപ്പിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല, ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ കുറേ നാൾക്ക് മുന്നേ ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയ ഒരു പരിപ്പിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറുപയർ കൊണ്ടുണ്ടാക്കിയ ആ ഒരു പരിപ്പും ഞങ്ങൾ നെച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് മറ്റൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പിലുള്ള പരിപ്പ്, സാമ്പാർ പരിപ്പ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാമ്പാറൊക്കെ തയ്യാറാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പരിപ്പില്ലേ, ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നില്ല, നന്നായിട്ട് കഴുകി എടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 കപ്പിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. വെള്ളം ഈ ഒരു പരിപ്പ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുക്കറിൽ വിസിൽ വരുമ്പോഴേക്കും ഈ വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഞാനിതിൽ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത ശേഷം ഒരു 10 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 10 ചെറിയുള്ളി 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അതും കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ശേഷം ഇതിലേക്ക് 2 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഉപ്പും ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും ഈ പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. എൻ്റെ കുക്കറിൽ 5 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. 5 വിസിൽ കേട്ട് കഴിയുമ്പോഴാണ് നന്നായിട്ട് കുക്കായി വരുന്നത്. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെയും കുറച്ചൊക്കെ മുകളിലേക്ക് ലീക്കായി വന്നിട്ടുണ്ട്. പക്ഷേ പുറത്തോട്ട് പോയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പൊങ്ങി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഞാൻ ഈ വിസിൽ മാറ്റിയ ശേഷം ഇതിലേക്ക് 1-2 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷമാണ് കുക്ക് ചെയ്തെടുക്കാറ്. ഇന്ന് ഞാൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഈ വിസിൽ മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 1-2 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരില്ല. ഇപ്പോൾ ഒരു 5 വിസിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഈ പരിപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ കുക്കറിലും കുക്കാവുന്ന വിസിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വരുമ്പോഴാണോ കുക്കാവുന്നത് അത്രയും വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. എനിക്കൊരു 5 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിരകിയ തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പച്ചമുളക് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ടല്ല, ഇത് കളറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. ശേഷം ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒഴിച്ച അരപ്പിൻ്റെ ബാക്കി ഇതിലേക്ക് അരപ്പ് പറ്റിയിരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അരപ്പ് റെഡിയാക്കുവാൻ വേണ്ടിയിട്ട് അരപ്പിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം വീണ്ടും ഒരു 2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിച്ച ശേഷം ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള താളിപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന ശേഷം 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ പരിപ്പ് നന്നായിട്ട് കുക്കായതാണല്ലോ, അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഒരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ്, മീഡിയം ഫ്ലെയിം ആക്കുക. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലല്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ആ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ മൊത്തത്തിലൊന്ന് ഇറങ്ങുവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നെച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് വേണം. ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് ലൂസ് ആക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. പക്ഷേ കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റ് ആവുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും ഒരു കൺസിസ്റ്റൻസി വേണ്ട, ലൂസ് കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഇപ്പോൾ തന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചാലും മതി. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ചൂടുവെള്ളം ആഡ് ചെയ്യുക, ആവശ്യത്തിന് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ വാട്ടർ ആഡ് ചെയ്യുന്നത് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.